ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജീവ നേതൃത്വയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവവചനമായി നിൽക്കുവാൻ ദൈവമായ കർത്താവ് ബലപ്പെടുത്തിയതിനായി തിരുനാമത്തെ നന്ദിയോട് സ്തുതിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്താവഴിയുള്ള ബന്ധത്തിൽ പുറപ്പാട് പുസ്തകം 33 15 16 വാക്യങ്ങൾ വായിപ്പാൻ ആഗ്രഹിക്കുന്നു. പുറപ്പാട് പുസ്തകം 33 15 16. അവൻ അവനോട്, തിരുസാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുതേ. എന്നോടും നിന്റെ ജനത്തോടും കൃപയുണ്ടെന്നുള്ളത് ഏതിനാൽ അറിയും? നീ ഞങ്ങളോടുകൂടെ പോരുന്നതിനാൽ അല്ലയോ? അങ്ങനെ ഞാനും നിന്റെ ജനവും ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് വിശേഷതയുള്ളവരായിരിക്കും എന്ന് പറഞ്ഞു. മോശ 40 ദിവസം പോസ്റ്റതിന് ശേഷം ഇസ്രായേൽ മക്കൾ കാളക്കൂട്ടെ ഉണ്ടാക്കി അതിനെ വണങ്ങിയ സംഭവം ഉണ്ടായി. അതൊക്കെ കൽപ്പലയൊക്കെ എറിഞ്ഞു പൊട്ടിച്ചതിന് ശേഷം പിന്നീട് ദൈവസേനയിൽ ചെന്ന് പ്രാർത്ഥിക്കുന്ന സമയത്താണ് അവൻ ഈ വാക്ക് പറയുന്നത്. ഇസ്രായേൽ മക്കൾ, ഞാൻ നിങ്ങളുടെ മധ്യയിൽ നടക്കുകയില്ല എന്ന് 33 ആരംഭ ഭാഗത്ത് കാണാം. അപ്പോൾ ഉടനെ അത് മോശ പറയുന്ന വാക്കാണ് നാം വായിച്ചത്. അതില് തിരുസാന്നിധ്യം ഞങ്ങളോട് പോരുന്നാലല്ലയോ എന്ന് പറഞ്ഞിട്ട് ആ സാന്നിധ്യം ബന്ധങ്ങളിൽ ഞങ്ങളെ ഇവിടുന്ന് അയക്കരുത് എന്ന് പറഞ്ഞു. എന്നിട്ട് അവൻ പറഞ്ഞ ഒരു വാചകമാണ് 16 വാക്യത്തിൽ നാം വായിക്കുന്നതിന്റെ 2 ഭാഗം. അങ്ങനെ ഞാനും നിന്റെ ജനവും ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് വിശേഷതയുള്ളവരായിരിക്കും എന്ന് പറഞ്ഞു. അവൻ പറയുന്നു, ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് വിശേഷതയുള്ളവരായിരിക്കും. ആവർത്തനപുസ്തകം 4 7 8 വാക്യങ്ങളിൽ മോശ പറയുന്നുണ്ട്. ഇസ്രായേലിനോട് മോശ പറയുന്നവരെ അവരോട് പറഞ്ഞ അത് വായിക്കാം. നമ്മുടെ ദൈവമായ യഹോവ നാം വിളിച്ചപ്പെടിക്കുമ്പോഴൊക്കെയും അവൻ നമുക്ക് അടുത്തിരിക്കുന്ന പോലെ ദൈവം ഇത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠ ജാതി ഏതുള്ളൂ. 8 വാക്യം. ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപാകെ വയ്ക്കുന്ന ഈ സകല ന്യായ പ്രമാണവും പോലെ ഇത്ര നീതിയുള്ള ചട്ടങ്ങളും വിധികളും ഉള്ള ശ്രേഷ്ഠ ജാതി ഏതുള്ളൂ. അപ്പോ അക്ഷീക ഇസ്രായേൽ ലോകത്തുള്ള സകല ജാതികളും വെച്ച് ശ്രേഷ്ഠരായിരിക്കും എന്തു ഉള്ളതിനാൽ എന്ന് മോശ പറയും. എന്നാൽ അതിനേക്കാൾ വിശേഷമായി ഒരു ജാതി എന്നുള്ളതിലേക്ക് അക്ഷീക ഇസ്രായേൽ തികച്ചും ശ്രേഷ്ഠരാണ്. ആ ചരിത്രമുള്ള കാലത്തോളം ഇങ്ങനെ ആയിരിക്കുമല്ലോ. ഇന്നത്തെ കാലത്തും അത് സവിശേഷമായി ശ്രദ്ധയർഹിക്കുന്നു. എന്നാൽ അത് മാത്രമാണോ? പുതിയ നിയമത്തിൽ വരുമ്പോ പത്രോസിന്റെ ലേഖനം 1 പത്രോസ് 2 9 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. മോശ അക്ഷീക ഇസ്രായേൽ സകല ജാതികളിലും വെച്ച് വിശേഷതയുള്ളവരായിരിക്കും എന്ന് പറയുമ്പോൾ പത്രോസ് ഒരു പടി കൂടെ കടന്ന് വളരെ ശ്രേഷ്ഠമായ ഒരു അനുഭവത്തെ കുറിച്ച് പറയുന്നു. അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. നോക്കണം. അപ്പോൾ ഇന്ന് പറയുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ദൈവജനത്തിന്റെ സവിശേഷത എന്താണ്? യേശുക്രിസ്തുവിന്റെ നാമം പറയുന്ന എല്ലാവരും ദൈവജനമായോ? അതിന്റെ പ്രത്യേകത എന്താ? യെരൂശലേം സുനോദോസ് കൂടിയപ്പോൾ എല്ലാവരും സംസാരിച്ചതിന് ശേഷം യാക്കോബ് ഇങ്ങനെ പറയുന്നത് അപ്പോസ്തല പ്രവൃത്തികളിൽ കാണാം. ദൈവം തന്റെ നാമത്തിന് ഒരു ജനത്തെ തിരഞ്ഞെടുക്കുവാൻ സാധിച്ചിരിക്കുന്നു.
തന്റെ നാമത്തിന്. അപ്പോൾ ഈ ലോകത്തിൽ ഒരു കൂട്ടം മനുഷ്യരുണ്ട്. അവരാരാണ്? അല്ലെങ്കിൽ ദൈവജനത്തിന്റെ സവിശേഷത എന്താണ്? 5 ചിന്തകൾ പ്രിയപ്പെട്ടവരുടെ മുൻപിൽ വയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട, ദൈവത്താൽ സ്വന്തമാക്കപ്പെട്ട ദൈവജനത്തിന് അത് ബാധകമായിരിക്കും. ഇതുള്ളവരായിരിക്കും ദൈവജനം. വിശേഷമായ ഭൂതലത്തിലുള്ള എല്ലാ മനുഷ്യരിലും വിശേഷതയാർന്ന ജാതി ഏത് പൗലോസ് പറഞ്ഞ വാചകം നോക്കിയാൽ അതിനേക്കാൾ ശ്രേഷ്ഠമാണ്. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രാവശ്യത്തിലേക്ക് തന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തെരഞ്ഞെടുക്കപ്പെട്ട ജാതി, രാജകീയ പുരോഹിത വർഗം, വിശുദ്ധ വംശം, സ്വന്തം ജനം. മോശ പറഞ്ഞതിനേക്കാൾ ശ്രേഷ്ഠമാണ് കാര്യങ്ങൾ. അപ്പോൾ എന്താണ് ദൈവജനത്തിന്റെ സവിശേഷത? വിദ്യാഭ്യാസം കൊണ്ടോ, അറിവ് കൊണ്ടോ, ധനം കൊണ്ടോ, നിറം കൊണ്ടോ, ഭാഷ കൊണ്ടോ, ജാതി കൊണ്ടോ ഒന്നും ആ സവിശേഷത ഈ സവിശേഷതയ്ക്ക് വർണ്ണിക്കാൻ സാധ്യമല്ല. അതൊന്നും അതിന് ബാധകമല്ല. ഈ സവിശേഷതയെ ബാധിക്കുന്ന 5 കാര്യങ്ങൾ അതിവേഗത്തിൽ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇതുള്ളവരാണ് ലോകത്തിലേക്കും വിശേഷതയുള്ളവർ. ലോകത്തിലേക്കും ബുദ്ധിപൂർവ്വതയുള്ളവരോ, സമ്പന്നരോ, അറിവുള്ളവരോ, കഴിവുള്ളവരോ, സമർത്ഥന്മാരോ ഒന്നുമല്ല. പിന്നെയോ ദൈവവചനത്തിലെ ചില പ്രത്യേക നിബന്ധനകൾ അനുഭവിക്കുന്നവർ മാത്രമാണ് ദൈവത്തിന്റെ ജനം. അവരാണ് ലോകത്തിലേക്കും വിശേഷതയുള്ളവർ. അപ്പോ ദൈവത്തിന്റെ സവിശേഷത എന്താണ്? എല്ലാത്തിനും പൗലോസ് പറഞ്ഞു, നാമോ ഇസ്ഹാക്കിനെ പോലെ വാഗ്ദത്താൽ ജനിച്ചവരാകുന്നു. വാഗ്ദത്തത്താൽ അല്ലെങ്കിൽ അതിന് യാക്കോബും പത്രോസും നല്ല വിശദീകരണം കൊടുക്കുന്നുണ്ട്. യാക്കോബ് ലേഖനം 1-ാം അധ്യായം 18-ാം വാക്യത്തിൽ യാക്കോബ് ഇങ്ങനെ പറയുന്നു, നാം അവന്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യഫലമാകേണ്ടതിന് അവൻ തന്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിന്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. എല്ലാത്തിനും ഞാൻ പറഞ്ഞല്ലോ, വിശ്വാസികൾ ഇസ്ഹാക്കിനെ പോലെ വാഗ്ദത്താൽ ജനിച്ചവരാകുന്നു. യാക്കോബ് പറഞ്ഞു, ദൈവം തന്റെ നാമത്തിന് ഒരു ജനത്തെ തിരഞ്ഞെടുപ്പാൻ സാധിച്ചിരിക്കുന്നു, തന്റെ നാമത്തിന്. അപ്പോൾ അവരാരാണ്? ദൈവത്തിന്റെ സവിശേഷത ഒന്നാമത്തെ സവിശേഷത, അവർ ദൈവത്തിന്റെ വചനത്താൽ ജനിച്ചോളുന്നു. സത്യത്തിന്റെ വചനത്താൽ. പത്രോസ് അല്പം കൂടെ വിശദമായി പറയുന്നതാണ്. അല്പം കൂടെ പത്രോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 23-ാം വാക്യം, കിടന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. കെടാത്തതും ജീവനുള്ളത്, കെടാത്തതിനാൽ ജീവനുള്ളതിനാൽ നിലനിൽക്കുന്നതിനാൽ നിങ്ങൾ അതെന്താണ്? അത് ദൈവവചനം. 3 കാര്യങ്ങൾ അതിനെക്കുറിച്ച് വിശേഷിപ്പിച്ചു. കെടാത്തത്, ലോകത്തുള്ള മനുഷ്യന്റെ ഇഷ്ടത്താൽ ഉണ്ടാകുന്ന എല്ലാം കെട്ടുപോകുന്നതാണ്, കെട്ടുപോകുന്ന വിത്തുകളാണ്. എന്നാൽ കെടാത്ത, ഒരിക്കലും കെട്ടുപോകാത്ത, ജീവനുള്ള, നിലനിൽക്കുന്ന ദൈവവചനത്താൽ വീണ്ടും ജനിച്ചിരിക്കുന്നു. അപ്പോ ദൈവവചനത്താൽ വീണ്ടും ജനിച്ചവർ മാത്രമാണ് ദൈവത്തിന്റെ സന്തതി. അപ്പോൾ ദൈവത്തിന്റെ സവിശേഷത, അവർ ദൈവവചനത്താൽ ജനിച്ചവർ. അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്ത പ്രകാരം അബ്രഹാമിന് പല മക്കളുണ്ടായിരുന്നെങ്കിലും ഇസ്ഹാക്കിൽ നിന്ന് ജനിക്കുന്നവർ അത്രേ നിന്റെ സന്തതി ആയിരിക്കും എന്ന് ദൈവം നിഷ്കർഷിച്ചു പറഞ്ഞു. അവരെ മാത്രം തിരഞ്ഞെടുത്തതുപോലെ പുതിയ നിയമ കാലത്ത് വരുമ്പോൾ കർത്താവായ യേശുവിന്റെ ദൈവത്തിന്റെ വചനത്താൽ വീണ്ടും കുറെ കൂടെ വിശദീകരിച്ചു പറഞ്ഞാൽ
റോമാലയത്തിൽ വായിക്കുമ്പോൾ ഇങ്ങനെയാണല്ലോ, വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നിക്കോദോമസോട് കർത്താവ് പറഞ്ഞു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയില്ല. പിന്നെ അവൻ സംശയം ചോദിച്ചതിനെ കർത്താവ് പറഞ്ഞു, വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിച്ചില്ല എങ്കിൽ. അപ്പോ ദൈവവചനം കണ്ട്, ദൈവവചനം ഉൾക്കൊണ്ട്, ദൈവവചനം കേട്ട്, അല്ലെങ്കിൽ ദൈവവചനം വന്ന വിശുദ്ധ തിരുവെഴുത്തുകളുടെ വെളിച്ചത്തിൽ വചനം കേട്ട്, ക്രിസ്തുവിനെ കുറിച്ചുള്ള വചനം കേട്ട്, റോമാലയനം 10-ാമത്തിൽ വ്യക്തമായി പറയുന്നല്ലോ, ദൈവവചനമാകുന്ന വിത്തിനാൽ ആ കേൾവിയാൽ യേശു ക്രിസ്തുവിനെ ജീവിതത്തിൽ സ്വീകരിച്ച് ആ വിത്ത് ഉള്ളിൽ വീണ് വീണ്ടും ജനനാനുഭവം പ്രാപിക്കുന്നതിനാലാണ് ദൈവത്തിന്റെ മക്കളായി തീരുന്നത്. അപ്പോൾ ദൈവത്തിന്റെ സംശയം ലോകത്തിലേക്കും എല്ലാരെ പോലെയല്ല, മറ്റുള്ളവരെ കൂടെ, മറ്റ് മതക്കാരെ പോലെയല്ല, മറ്റ് സമുദായക്കാരെ പോലെ എല്ലാ പാട്ടുകളിൽ നിന്നും, ഗോത്രങ്ങളിൽ നിന്നും, വംശങ്ങളിൽ നിന്നും, ജാതികളിൽ നിന്നും, എല്ലാ വിഭാഗത്തിൽ നിന്നും ഒരൊറ്റ കണ്ടീഷനാൽ, കണ്ടീഷനാൽ എല്ലാവർക്കും ബാധകമായ ഒരൊറ്റ കണ്ടീഷൻ, ദൈവവചനത്താൽ വേണ്ടി ജനിക്കുകയാണ്. വചനം കേട്ട് വിശ്വസിച്ച് പാപങ്ങളേറ്റു പറഞ്ഞ് കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്ന ഏക അനുഭവം പ്രാപിച്ചവർ മാത്രമാണ് അവന്റെ ജനം. അല്ലെങ്കിൽ ഇങ്ങനെയുള്ളവരാണ് ദൈവത്തിന് സവിശേഷതയുള്ളവർ, ഭൂതലത്തിലേക്കും സവിശേഷതയുള്ളവർ. മറ്റു വാക്കിൽ പറഞ്ഞാൽ അവരാണ് ദൈവമക്കൾ. അപ്പോൾ ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടണമെങ്കിൽ 1 യോഹന്നാൻ 3:1 പറഞ്ഞു, കാൺമിൻ ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ദൈവത്തിന് ജനിച്ചവർ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ അവനെ കൈക്കൊണ്ട്, അവനെ സ്വീകരിച്ച്, അവനെ ഏറ്റുകൊണ്ട്, അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന, ശരി കുറച്ചുകൂടെ വിശദീകരിച്ച് പറഞ്ഞാൽ അവനിൽ ആശ്രയിക്കുന്ന, അവനെ ഇങ്ങോട്ട് സ്വീകരിച്ച് തന്റെ ജീവിതം അവന് സമർപ്പിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ലോകത്തിലെ ഒരു മനുഷ്യനും ആ അധികാരമില്ല, കർത്താവിന് മാത്രം, കർത്താവായ യേശുവിന് മാത്രം. അപ്പോൾ അങ്ങനെ അവന്റെ വചനത്താൽ, കിടന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ വീണ്ടും ജനിച്ചവരാണ് ദൈവത്തിന്റെ ജനം. അപ്പോൾ അക്ഷരിക ഇസ്രായേലിനേക്കാൾ സവിശേഷമായ സ്ഥാനം ദൈവജനത്തിനുണ്ട്. അതിതാണ് വീണ്ടും ജനിച്ചവർ. അവന്റെ വചനത്താൽ, അവന്റെ ആത്മസഹായത്താൽ നാം വീണ്ടും ജനിക്കുന്നു. ഇങ്ങനെ വീണ്ടും ജനിച്ചവർക്കായി യഥാർത്ഥ ഇന്ന് ബോണഗെയിൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കും, യാതൊരു കാര്യമില്ല. യഥാർത്ഥ വീണ്ടും ജനനം ഉണ്ടായാൽ അവിടെ മനസ്സാന്തരം, യഥാർത്ഥ മനസ്സാന്തരം കാണും, യഥാർത്ഥ രക്ഷാനിർണയം കാണും. കർത്താവ് ആ പാപത്തെ ഉപേക്ഷിച്ച് കർത്താവിനെ സ്വീകരിക്കും. പിന്നെ കർത്താവ് പറയുന്നതാണ് അവർക്ക് പ്രമാണം. അല്ലാതുള്ള ഒന്നും അംഗീകരിക്കാൻ സാധ്യമല്ല, ദൈവം അംഗീകരിക്കുന്നില്ല. അപ്പോ ദൈവത്തിന്റെ സവിശേഷതയിൽ ഒന്നാമത്തെ ഘടകം ദൈവവചനത്താൽ പിടിഞ്ഞിരിക്കുക. മാത്രമല്ല അടുത്ത ദൈവത്തിന്റെ അത് മാത്രമാണോ, മറ്റെന്തെങ്കിലും സവിശേഷത പറയാനുണ്ടോ? ഇവിടെ പറഞ്ഞ ഈ നാം ആദ്യം വായിച്ച വാക്യത്തിൽ നിന്ന് തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. 33-ാം അധ്യായം 16-ാം വാക്യം, എന്നോടും നിന്റെ ജനത്തോടും കൃപയുണ്ടെന്നുള്ളത് ഏതിനാൽ അറിയും, നീ ഞങ്ങളോടുകൂടെ പോരുന്നതിനാൽ അല്ലയോ. 2, ദൈവജനത്തിന്റെ സവിശേഷത, സകല ജാതികളെ വെച്ച് ദൈവജനത്തിലുള്ള സവിശേഷത അവരനുഭവിക്കുന്ന ദൈവസാന്നിധ്യമാണ്. ദൈവസാന്നിധ്യം അക്ഷയസായി നിശ്ചയം എന്ന് പുറപ്പെട്ട നാൾ മുതൽ മേഘസ്തംഭവും അഗ്നിസ്തംഭവും അവർക്ക് മുന്നും പിന്നുമായിട്ടുണ്ടായിരുന്നല്ലോ. ദൈവ സാന്നിധ്യം, അതാ മോശം പറയുന്നത്, അക്ഷയ സാന്നിധ്യം അവരുണ്ടായിരുന്നു. അവർ മരുഭൂമിയിൽ സഞ്ചരിച്ച 40 വർഷവും ആ സാന്നിധ്യം അനുഭവിച്ചു. അതേപോലെ തന്നെ അതിനേക്കാൾ വിശേഷമായി പുതിയ നിയമകാലത്ത് യഥാർത്ഥമായി വീണ്ടും ദൈവവചനോടുകൂടെ ദൈവ സാന്നിധ്യം നിരന്തരം വസിക്കുന്നു. അവൻ ദൈവ കർത്താവിനോട് ചേർന്ന് ദൈവയിൽ നിൽക്കുന്നവർത്തോളം കാലം ദൈവ സാന്നിധ്യത്തിൽ നിന്ന് ജീവിക്കാൻ കഴിയുമല്ലോ. കർത്താവിന്റെ സ്വർഗ്ഗാരോഹണത്തിന് ശേഷം
10 ദിവസം കഴിഞ്ഞപ്പോൾ സിയോൻ മലയിൽ കൂടിയിരുന്ന 120 പേരുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. അപ്പോസ്തലർ പ്രവൃത്തി 2-ാം അധ്യായത്തിൽ കാണാമല്ലോ. അവർ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത രീതിയിലാണ് തുറന്ന ദൈവപ്രവൃത്തി ഉണ്ടായത്. സകല അധികാരവർഗവും അവർക്കെതിരെ തിരിഞ്ഞപ്പോൾ, ലോകത്തിലെ സകല അന്ധകാര ശക്തികളും വിശ്വാസികൾക്കെതിരെ തിരിഞ്ഞപ്പോൾ അവർ ധീരരായി നിലകൊണ്ടു. അവരുടെ ശക്തിയാലല്ല, അവരോടുകൂടെ വ്യക്തമായി വസിച്ച ദൈവ സാന്നിധ്യം. മുൻപൊരു വീഡിയോയിൽ അത് ചില കാര്യങ്ങൾ പറഞ്ഞതാണ്. ദൈവ സാന്നിധ്യം they enjoyed, ഞാനിങ്ങനെ പറയുക, they enjoyed the literal presence of God. വീണ്ടും ജനിച്ചവൻ യഥാർത്ഥമായി കൃപയിൽ നിൽക്കുമ്പോൾ അവൻ അക്ഷരികമായി തന്നെ ദൈവസാന്നിധ്യം അനുഭവിക്കുന്നു. ഇതാ മറ്റൊരു മതത്തിലും കാണത്തില്ല, മറ്റൊരു മതത്തിലും തരാനും കഴിയത്തില്ല. ഇന്ന് ക്രിസ്തു മതത്തിൽ ആ സാന്നിധ്യത്തിന് അന്ന് വെളിപ്പെട്ട ആ സാന്നിധ്യത്തിന്റെ പേരും പറഞ്ഞ് പലതരം ചടങ്ങുകളും ആചാരങ്ങളും കൂതാശകളും നടത്തി ഉണ്ടെന്ന് സ്ഥാപിക്കുന്നു. വേദപുസ്തകത്തിൽ അതിന് യാതൊരു സ്ഥാനവുമില്ല. അക്ഷരികമായി വീണ്ടും ദൈവത്തോടു കൂടെ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നു, അവനെ നടത്തുന്നു, അവന്റെ ജീവിതത്തിന് എല്ലാ മേഖലയിലും കൂടിക്കുന്നു. 3 നൂറ്റാണ്ട് അതികഠിനമായ പരിശോധന വന്ന്, പീഡ വന്ന്, ഏതാണ്ട് അന്നത്തെ റോമാ സാമ്രാജ്യത്തിന്റെ ജനസംഖ്യയിൽ വിശ്വാസികളെ ആ പീഡ കഠിനമായി ബാധിച്ച് ആയിരങ്ങളെ കൊന്നൊടുക്കിയെങ്കിലും 3-4-ാം നൂറ്റാണ്ടിൽ പീഡ അവസാനിപ്പിക്കുമ്പോൾ റോമാ സാമ്രാജ്യത്തിന്റെ പകുതി, ഏതാണ്ട് 6 കോടിയോളം ജനസംഖ്യയാണെന്ന് പറയപ്പെടുന്നു. അല്ല, 12 കോടിയോളം ജനങ്ങളിൽ 6 കോടി വിശ്വാസ ക്രിസ്ത്യാനികളായിരുന്നു എന്ന് പറയുന്നു. അപ്പോ ഒരുത്തർക്കും അടക്കാൻ കഴിയാത്ത, ഒരുത്തർക്കും തറക്കാൻ കഴിയാത്ത, ഒരു ശക്തിക്ക് എതിർക്കാൻ കഴിയാത്ത അക്ഷരിക സാന്നിധ്യം ദൈവമക്കൾ അനുഭവിക്കുക. അവരാണ് ദൈവജനം. ഞാൻ വാക്യം വായിച്ചല്ലോ. നമ്മൾ വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവം സമീപമായിരിക്കുന്നു. ശ്രേഷ്ഠ ജാതിയാറുണ്ട് എന്ന് പറയട്ടെ, വിദ്യാഭ്യാസമില്ലാത്ത, ഒന്നും അറിയാത്ത, ലോകത്തിലെ ഒന്നുമല്ലാത്ത ഒരു വ്യക്തിയും ദൈവസ്ഥലിൽ മുട്ടുമടക്കി ആത്മാർത്ഥയോടെ വീണ്ടും ജനിച്ച ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അവൻ അനുഭവിക്കുന്ന ദൈവ സാന്നിധ്യം, അവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യം എത്ര വലുതാണ്. അത് അനുഭവിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ 84 വർഷമായി എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന അക്ഷരികമായി തന്നെ നടത്തുന്നു. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ പൗലോസ് പറഞ്ഞത്, വിശ്വസിക്കുന്നവർക്ക് വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം, അളവ് തൊഴിൽ അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം നിങ്ങൾ അറിയാൻ നിങ്ങളുടെ ഹൃദയ കണ്ണുകൾ തുറക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോ രണ്ടാമത് ദൈവജനത്തോടു കൂടിയാണ് ദൈവത്തിന്റെ അക്ഷയ സാന്നിധ്യം. ഏത് കഷ്ടത്തിലും, ഏത് പ്രതിസന്ധിയിലും, ഏത് പോരാട്ടത്തിലും, ഏത് പ്രയാസത്തിലും, ഏത് വെല്ലുവിളിയിലും ഇസ്രായേലിനെ നോക്കിക്കൊണ്ട് അവരെ ശപിക്കാൻ വന്ന ബിലെയാം പറഞ്ഞല്ലോ, അവരുടെ രാജാവ് അവന്റെ മധ്യയുണ്ട്, കാട്ടുപോത്തിന് തുല്യമായ ബലം. ഇസ്രായേലിൽ തിന്മ കാണാനില്ല. പിന്നെ ജനിച്ച ദൈവവേദൻ ശരിക്ക് ദൈവമേൽ ജീവിക്കുമ്പോ ദൈവത്തിന്റെ അത്യന്ത ശക്തിയാൽ നിറഞ്ഞ ദൈവത്തിന്റെ അമിത ബലത്തോടെ മുന്നോട്ട് പോകുന്നു. ഒരു ശക്തിക്കും അവരെ തളർക്കാൻ സാധ്യമല്ല, ഒരു വെല്ലുവിളിക്കും അവരെ ക്ഷീണിപ്പിക്കാൻ സാധ്യമല്ല. പൗലോസിന്റെ അനുഭവത്തിൽ എന്ന് പറഞ്ഞല്ലോ 2 കൊരിന്ത്യർ ലേഖനത്തിൽ, ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളാകുന്നുള്ളത്. അപ്പോ ദൈവ സാന്നിധ്യം വിശ്വാസത്തെ സൂക്ഷിക്കുന്ന, വിശ്വാസത്തെ കാക്കുന്ന, വിശ്വാസത്തെ നടത്തുന്ന, പരിപാലിക്കുന്ന, ഉപദേശിക്കുന്ന ദൈവ സാന്നിധ്യം, വൻകാര്യങ്ങൾ അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ദൈവ സാന്നിധ്യം, അത് വീണ്ടും ചെയ്തവർക്ക് മാത്രമല്ല. അപ്പൊ അവരുടെ ലക്ഷണം രണ്ടാമത് എനിക്ക് പറയാനുള്ളത്, ഭൂതലത്തിലേക്കും സവിശേഷമായ ജാതിയായിരിക്കുമെന്ന് പറയുന്നെങ്കിൽ ഈ രണ്ടാമത്തെ സവിശേഷത ജനറ്റിക്കോ മറ്റെന്തോ കാരണങ്ങളല്ല, പിന്നെയോ ദൈവ സാന്നിധ്യം, ദൈവ സാന്നിധ്യം, അക്ഷരിക സാന്നിധ്യം. അക്ഷരിക സാന്നിധ്യോട് വ്യാപിച്ചതിനേക്കാൾ പുതിയ നവസഭയിൽ ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിക്കുന്നു. തെസ്സലോനിക്ക ലേഖനത്തിൽ 2 തെസ്സലോനിക്കർ പൗലോസ് ഒരു കാര്യം പറഞ്ഞല്ലോ, അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപിക്കുന്നുണ്ട്, പക്ഷേ ഒരുത്തൻ തടുക്കുക.
ആ തടുക്കുന്നത് മാറിപ്പോകുമ്പോഴേ വെളിപ്പെടുത്തുള്ളൂ. അപ്പോൾ തടുക്കുന്ന വ്യക്തിയായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ആത്മാവ് എന്ന് പറഞ്ഞ് ആത്മാവിൽ സന്തോഷിച്ച് ആത്മീയവാദത്തിൽ മുന്നോട്ട് പോകുന്ന ദൈവമക്കൾക്ക് അറിയാം ഈ ജീവിക്കുന്ന ഇതിന്റെ ശ്രേഷ്ഠത. അപ്പോൾ ദൈവസാന്നിധ്യം മാത്രമല്ല, അടുത്ത ദിവസം 33-ാമത് മോശ ഇങ്ങനെ പറഞ്ഞായിരുന്നു. 33 എല്ലാം വാക്യം മുഴുവൻ വായിക്കുന്നില്ല, 2-3 വാക്യങ്ങൾ. എല്ലാം വാക്യത്തിന് അവസാനം പോകും. മൂന്നാം വാക്യം. അവർക്ക് വേണ്ടി അഗ്നിമയമായൊരു പ്രമാണം അവന്റെ വലങ്കയിൽ ഉണ്ടായിരുന്നു. അതേ അവൻ തന്റെ ജനത്തെ സ്നേഹിക്കുന്നു. അവന്റെ സകല വിശുദ്ധന്മാരും തൃക്കൈയിലിരിക്കുന്നു. അവർ തൃക്കാൽക്കലിരുന്നു. അവൻ തിരുവചനങ്ങൾ പ്രമാണിച്ചു. 3 ഇവരുടെ സവിശേഷതയിൽ മൂന്നാമത്തെ കാരണം എനിക്ക് പറയാനുള്ളത് സാമൂഹ്യ, സാംസ്കാരിക, രാഷ്ട്രീയ, ആത്മീയ അല്ലെങ്കിൽ ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും നിയന്ത്രിക്കുന്ന, ബാധിക്കുന്ന ഒരു പ്രമാണം ദൈവം തന്നെ ജനത്തിൽ നൽകി. ദൈവജനത്തിന് മാത്രമാണ് ഈ പ്രമാണം ഉള്ളത്. പക്ഷേ ഇസ്രായേലിന് ദൈവം ന്യായപ്രമാണം കൊടുത്തതിനെ കുറിച്ചാണ് മോശ പറയുന്നത്. ഇന്ന് വല്ലതും പറയാനുണ്ട്, ആത്മീയമായത് മാത്രം നോക്കിയാൽ പോരെ, അല്ലെങ്കിൽ അകത്തേക്ക് മാത്രം നോക്കിയാൽ പോരെ, പുറത്തേത് വല്ലതും നോക്കണോ? അതെ, ഞാൻ പറയട്ടെ, ആത്മീയമല്ല, എല്ലാ രംഗത്തെയും ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും നിയന്ത്രിക്കുന്ന, ബാധിക്കുന്ന ഒരു പ്രമാണം, വിശേഷതയേറിയ അക്ഷയ പ്രമാണത്തേക്കാൾ വിശേഷതയേറിയ ഒരു നിയമം ദൈവം നൽകി കൊടുത്തു. റോമാലേഖനം മുതൽ യോദാന്റെ ലേഖനം വരെയുള്ള ലേഖനങ്ങളൊക്കെ വായിക്കുമ്പോൾ അറിയാം, ന്യായപ്രമാണത്തിൽ ഉള്ളതിനേക്കാൾ വിശേഷമേറിയ ചട്ടങ്ങൾ അതിനെ അടിസ്ഥാനമായി, അതിനെ ഒന്നും കാണിക്കുന്നില്ല, എന്നാൽ അതിനെ അടിസ്ഥാനമാക്കി വിശേഷമേറിയ അതിവിശിഷ്ടമായ അതിശ്രേഷ്ഠ ജീവിതത്തിന് തക്കതായ ആലോചനകൾ, നിർദ്ദേശങ്ങൾ ദൈവം തന്നെ ജനത്തിന് നൽകി. വാസ്തവത്തിൽ ഈ പുസ്തകം ദൈവം തന്നില്ലായിരുന്നെങ്കിൽ മനുഷ്യന്റെ ഗതി എത്രയോ നികൃഷ്ടമായിരുന്നു, സമൂഹത്തിന്റെ സ്ഥിതി എത്രയോ നികൃഷ്ടമായിരുന്നു. ഈ പുസ്തകം അനുസരിക്കുന്ന, അതുകൊണ്ടാണ് 110-ാം സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, യഹോവയുടെ ന്യായപ്രമാണം അനുസരിച്ച് 1-ാം വാക്യം, നടപ്പിൽ നിഷ്കളങ്കരായവർ ഭാഗ്യവാന്മാർ. ദൈവവചനം അനുസരിക്കുന്നവരുടെ നടപ്പ് നിഷ്കളങ്കമാണ്. അവന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ച് പൂർണ്ണതയോടെ അവനെ അന്വേഷിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഈ പുസ്തകം ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഭൂമിയിൽ കാണുകയില്ല. ഇതുപോലെ ശ്രേഷ്ഠമായ ചട്ടം, ഇതുപോലെ ശ്രേഷ്ഠമായ പ്രമാണം മോശ പറയുന്നത് അഗ്നിമയമായൊരു പ്രമാണമാണ്. അതിനേക്കാൾ ശ്രേഷ്ഠമറിയാം വിശിഷ്ടമായ പ്രമാണം ദൈവം സഭയ്ക്ക് തന്നില്ലേ? ദൈവത്തിന്റെ വചനം, ദൈവത്തിന് കർത്താവായ യേശുവിന്റെ അക്ഷയ രൂപം, തുടർന്ന് ദൈവത്തിന് തരാൻ കഴിയുന്ന ഏറ്റവും വലിയ ദാനമാണല്ലോ ദൈവവചനം. കർത്താവിനെ കുറിച്ച് പറഞ്ഞ ദൈവവചനം എന്നാണല്ലോ അവന്റെ പേരുകളൊന്ന്. അപ്പോ വചനമാകുന്ന കർത്താവിനെ ജഡം ധരിച്ച് അല്ലെങ്കിൽ അവനെ ശരീരത്തിൽ ഉൾക്കൊണ്ട് ദൈവവചനത്തിനൊത്തോണം ജീവിതത്തെ സൂക്ഷിക്കുന്നത് എത്രയോ ഭാഗ്യം. 110-ാം സങ്കീർത്തനത്തിൽ കാണുന്നല്ലോ, ഒരു യൗവനക്കാരന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നയാൾ തന്നെ. അതിൽ പിന്നെയും കാണുന്നു, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കുന്നതിന് നിന്റെ വചനത്തെ എന്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. എത്ര ശ്രേഷ്ഠം, എത്ര മഹത്തായത്, എത്ര ഉത്തമമായത്! ഇതുപോലൊരു പ്രമാണം, ഇതുപോലൊരു പുസ്തകം ലോകത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഒത്തിരി മതഗ്രന്ഥങ്ങളുണ്ട്, ഒത്തിരി പാണ്ഡിത്യം നിറഞ്ഞ ഒത്തിരി അപാര ശ്രേഷ്ഠമായ കാര്യങ്ങൾ പറയുന്നുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ രക്ഷാമാർഗം കാണിക്കുന്ന, നിത്യത്തിലേക്കുള്ള എളുപ്പ വഴി കാണിക്കുന്ന, ജീവിതത്തെ രൂപാന്തരപ്പെടുന്ന ഏത് കിരാതനെയും ഏത് മത്സരിയെയും രൂപാന്തരപ്പെടുത്തി ഏത് ക്രൂരനെയും, പഴയ ബൈബിളിന്റെ പരിഭാഷയിൽ, പഴയ ഭാഷയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ബൈബിൾ നിഷ്കണ്ഠ എന്നൊരു വാക്കാണ്. അത് അതിന്റെ അർത്ഥം പലർക്കും അറിയത്തില്ല. അതിക്രൂരൻ, ക്രൂവലസ്റ്റ്, അങ്ങനെയുള്ള വ്യക്തിയെയും വിശുദ്ധരാക്കി മാറ്റുന്ന ദൈവവചനം.
എത്ര ശ്രേഷ്ഠം, എത്ര ശ്രേഷ്ഠം! അഗ്നിമയമായൊരു പ്രമാണം നമ്മെ അഗ്നിമയനാക്കുവാൻ, അല്പപൂർണനാക്കുവാൻ, തികഞ്ഞവനാക്കുവാൻ, സകലത്തിലും ക്രിസ്തുവെന്ന തലയോളം നമ്മളെ വളർത്തുവാൻ പര്യാപ്തമായ പ്രമാണം ദൈവം നമുക്ക് തന്നു. അപ്പോൾ ദൈവത്തിന്റെ സവിശേഷത ആരംഭ ജനനത്തിൽ മാത്രമല്ല, ദൈവസാന്നിധ്യത്തിൽ മാത്രമല്ല, മൂന്നാമത് അവൻ തന്ന പ്രമാണം ജീവിതത്തിന്റെ സമസ്ത മേഖലയും ബാധിക്കുന്ന ആത്മീയവശം മാത്രമല്ല, സമസ്ത മേഖലയും ബാധിക്കുന്ന ദൈവ പ്രമാണം മാത്രമല്ല. ദൈവത്തിന്റെ സവിശേഷ ഞാൻ വേഗങ്ങൾ പറഞ്ഞോട്ടെ. വേറൊരു കാര്യം കൊണ്ട് 3 കാര്യം പറഞ്ഞല്ലോ. 4 നിസ്തുലമായ ആരാധന. പഴയ കാലത്ത് അന്നത്തെ ജാതികളെല്ലാം പച്ചമരത്തിന്റെ കീഴിലൊക്കെ സൃഷ്ടികളുടെയൊക്കെ രൂപങ്ങൾ വെച്ച് അവയെ വണങ്ങി പ്രകൃതി ശക്തികളെ ആരാധിച്ച് പോയ സ്ഥാനത്ത് സത്യദൈവത്തെ ആരാധിക്കുന്ന ഒരു കൂട്ടത്തെ ദൈവം തിരഞ്ഞെടുത്തു. അബ്രഹാമിനെ വിളിച്ചു, അവനെ പ്രത്യക്ഷനായി. ആ നിലയിൽ അവരുടെ സാന്തതി പരമ്പരയ്ക്ക് അന്നത്തെ സമൂഹത്തിൽ ഒരു സത്യാരാധന കൊടുത്തു. ഒന്നിനെയും കാണാതെ മോശയുടെ കാലം വന്നപ്പോ സമാഗമന കൂടാരം കൊടുത്തു. അതിവിശുദ്ധ സ്ഥലത്ത് 3ആയി തിരിച്ച് പ്രകാരം വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം, അതിനുള്ളിൽ കടന്നു നിന്ന് ആ വിശിഷ്ടമായ രീതിയിൽ ദൈവത്തെ ആരാധിക്കാനുള്ള വ്യവസ്ഥകൾ, ചട്ടങ്ങളും ഒക്കെ കൊടുത്തു. അന്നത്തെ കാലത്ത് അത് മാത്രമായിരുന്നു നിസ്തുലം. എന്നാണ് പുതിയ നിയമകാലത്ത് വന്നപ്പോൾ കർത്താവ് ജഡമെടുത്ത ഭൂമിയിൽ വന്നതിന് ശേഷം അതിനേക്കാൾ വിശിഷ്ടമായ ഒരു പ്രമാണം ദൈവം തന്നില്ല. അല്ലെങ്കിൽ യോഹന്നാൻ സുവിശേഷം 4-ാമത് ശമര്യാസ്ത്രീയുമായി സംസാരിക്കുമ്പോൾ അവളോട് പറഞ്ഞല്ലോ, സ്ത്രീയെ അവൾ ആരാധനയെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോ ആ മലയിലുമല്ല ഏത് മലയിലുമല്ല സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന നാഴിക വരുന്നു, അത് വന്നുവരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞല്ലോ. അപ്പോൾ ദൈവത്തെ കാണാതിരിക്കുമ്പോ, ദൈവത്തെ അറിയാവുന്ന കാലത്ത് നിന്ന് മാത്രമല്ല, എബ്രാഹിം 10-ാം അധ്യായത്തില് ഇങ്ങനെ പറഞ്ഞല്ലോ, ക്രിസ്തു തന്റെ ദൈവമെന്ന ദിശയിൽ കൂടി പ്രവേശിച്ച ജീവനുള്ള പൊതുവഴിയായി വിശുദ്ധ മന്ദിരത്തിലുള്ള അവന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനവും ദൈവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളതുകൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ദൈവങ്ങൾ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴിയപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടിച്ചേരുക. ന്യായപ്രമാണം അനുസരിച്ച് മഹാപുരോഹിതന് മാത്രം ആണ്ടിൽ ഒരേ ഒരു ദിവസം അല്പസമയത്തേക്ക് കൃപാസനത്തിന് മുൻപിൽ ചെല്ലാനേ അനുവാദം ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ അതല്ലല്ലോ. അവനെ വിളിക്കുന്ന ഏവർക്കും അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട ദൈവവചന കർത്താവായ യേശുവിനെ സ്വന്തമാക്കിയ ദൈവവചനപ്രകാരം വീണ്ടും ജനിച്ച ദൈവമല്ല, ദൈവകൃപയിൽ നിൽക്കുന്ന ദൈവമല്ല, ധൈര്യമായി കൃപാസനത്തോടെ എപ്പോഴും 4-ാമത്തെ മരണത്തിലുണ്ടല്ലോ. അതുകൊണ്ട് കല്ലൊഴിപ്പാനും സഹായത്തുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്തിരിക്കുക. ദൈവസനയിൽ ചെന്ന് ആത്മാവിൽ ആരാധിക്കണം. മനുഷ്യാത്മാവിന്റെ ആഴത്തിൽ നിന്നുള്ള ആരാധന ഇതാ ദൈവജനത്തിന് മാത്രമേ സാധിക്കൂ. പലരും പറഞ്ഞാൽ ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്നത്. ആരാധന തുടങ്ങുന്നത് അകത്തുനിന്നാണ്. ഇന്ന് കാണിക്കുന്ന കോലാഹലങ്ങളും കോപ്രായങ്ങളും ഒന്നും ആരാധനയുടെ ഭാഗമല്ല. ആരാധനയെ ഇരുത്തുന്ന അത് കർത്താവിനെ ചോദിച്ചാൽ വേറെ ഭാഗത്ത് നാം സമയം ചിന്തിക്കാം. യശയാപ്രവചനം 6-ാം അധ്യായത്തിൽ കാണുന്നല്ലോ, അവരെ ആരാധന സറാഫുകൾ അവനെ ആരാധിക്കുന്നതിന്റെ ദർശനം യശയാവിനുണ്ടായത്. അവനെ ഇരുത്തുന്ന സ്ഥാനത്തിരുത്തി അറിയിക്കുന്ന ബഹുമാനം അവന് കൊടുത്ത ഹൃദയ ജീവിതത്തിന്റെ ആഴത്തിൽ നിന്ന് അവനെ ആരാധിച്ച് അനുഗ്രഹം പ്രാപിക്കുന്ന അനുഭവം. അപ്പോൾ സവിശേഷമായ ആരാധന അവരുടെ പിണി ജനിച്ചവർ, വചനത്താൽ ജനിച്ചവർ, സാന്നിധ്യം അനുഭവിക്കുന്നവർ, ജീവനുള്ള പ്രമാണം പ്രാപിച്ചവർ, നിസ്തുലമായി ആരാധിക്കുന്നവർ, ആത്മാവിനോട് ഒരു സങ്കീർത്തനത്തിന്റെ വാക്യം ഇങ്ങനെ ഉണ്ടല്ലോ, പുരോഹിതന്മാരെ നിന്റെ നിർച്ചാട്ടങ്ങളെ രചിച്ച
ആഴിയെ വിളിക്കുന്നു. മലയാള ഭാഷ അങ്ങനെ. എന്നാൽ അത് ഇംഗ്ലീഷ് വായിക്കുമ്പോൾ ഡീപ് കോളത്തു ഡീപ്, മറ്റു വാക്കുകൾ പാടുന്നു. ആഴത്തെ വിളിക്കുന്നു. എന്റെ ആഴം ദൈവത്തിന്റെ ആഴത്തോട് ചേർന്ന് ആ അനുഭവം പ്രാപിക്കുന്ന എത്ര ശ്രേഷ്ഠമായിരുന്നു. അങ്ങനെ ആരാധിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് എല്ലാവരും പറഞ്ഞാൽ മനസ്സിലാകില്ല. ഈ ദൈവത്തിന്റെ സവിശേഷത നിസ്തുലമായ ആരാധന, നിസ്തുലമായ ജന്മം, നിസ്തുലമായ ദൈവസാന്നിധ്യം, നിസ്തുലമായ പ്രമാണം, നിസ്തുലമായ ആരാധന. അല്ല, കൂടുതൽ വിശദീകരിക്കാൻ സമയം അനുവദിക്കുന്നില്ല. ആണ് ഞാൻ പറഞ്ഞു വിടട്ടെ. ഒരു കാര്യം കൂടെ പറഞ്ഞ് എന്റെ വാക്ക് അവസാനിപ്പിക്കാം. നിസ്തുലമായ നേതൃത്വം. ലോകത്തില് നേതൃത്വങ്ങളൊക്കെ ഉണ്ടാകുന്നത് വെട്ടിപ്പിടിച്ചോ അല്ലെങ്കിൽ സ്വാധീനിച്ചോ ഒക്കെയാണ്. എന്നാൽ ഇത് ദൈവസഭയ്ക്ക് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ, അവൻ വിളിച്ചാക്കിയവർ, നിസ്തുലമായ നേതൃത്വം. അവരെ എങ്ങനെ നടത്തുന്നു? അത് നടത്തുന്നത്, നയിക്കുന്നത് വാസ്തവത്തിൽ കർത്താവ് ദൈവത്തിന്റെ ആത്മാവ് നേരിട്ട് അവനെ കീഴ്പ്പെട്ടുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ വിളിക്കപ്പെട്ടവർ മാത്രം നടത്തുന്ന ആരാധന, നേതൃത്വം നയിക്കുന്നത്. ഇന്ന് പലതും കാണിക്കുന്ന പലതരം പരിപാടികൾ ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. ദൈവനാമത്തെ അന്യവും ദൈവവചനത്തിന് വിരുദ്ധവും അത് അന്യവുമായ കാര്യങ്ങൾ അങ്ങോട്ടൊന്നും ഞാൻ കടക്കുന്നില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചല്ലോ, നിന്റെ ജനം ഇടയിലില്ലാത്ത ആളുകളെ പോലെ ആകാതിരിക്കണമെന്ന് ആരെയും അവരുടെ മേലാക്കെന്ന് കാണിക്കണം. അപ്പൊ പറഞ്ഞു, എന്റെ ആത്മാവുള്ള പുരുഷനായ യോശുവയെ നീ ആക്കണം. യോശുവ കഴിഞ്ഞപ്പോൾ അവര് യോശുവയുടെ കാലം കഴിഞ്ഞപ്പോഴേക്ക് ദൈവജനത്തിന്റെ വാളം തെറ്റി. അവർ തെറ്റിയപ്പോൾ അവന് തോന്നലിന് അവരെ വിട്ടു. സജ്ഞാന്മാരുടെ പുസ്തകത്തിൽ കാണാമല്ലോ, ആ കാലത്ത് ഇസ്രായേൽ രാജാവിലായിരുന്നു. ഓരോരുത്തരും എനിക്ക് ബോധിച്ചു പോലാണ്. അത് കഴിഞ്ഞ് വീണ്ടും ന്യായന്മാരെ കൊണ്ട് ചില ദൈവത്തിലേക്ക് അവർ തിരിച്ചു വരുത്തി. അപ്പോഴും അവർക്ക് രാജാവിനെ വേണമെന്ന് പറഞ്ഞ ശൗലിന്റെ കാലത്ത് ദൈവം ഒരുക്കി. അത് കഴിഞ്ഞ് ദാവീദിനെ തെരഞ്ഞെടുത്തു. അവിടെ എല്ലാം ദൈവിക ഇടപെടൽ കാണാം, നിസ്തുലമായ രീതിയിൽ. പുതിയ നിയമസഭയ്ക്കും അതേപോലെ സാധാരണ മനുഷ്യരെ ദൈവം തിരഞ്ഞെടുത്ത് അവരെ തന്റെ ആത്മാവിൽ നിറച്ച് അവരെ തന്റെ മൗത്തിനായി ഉപയോഗിക്കുന്നു. നേതൃത്വം മുഴുവൻ കർത്താവിന്. ഇന്നത്തെ മാനുഷിക സംഘടനകൾ ഞങ്ങൾ ദൈവത്തിനെതിരാണെന്ന് അവകാശപ്പെടുന്നു. അതിനൊന്നും ദൈവത്തിൽ വ്യവസ്ഥയില്ല. ലോകത്തിലെ എങ്ങേരെയും പിടിച്ചുപറ്റാനൊക്കെ ബന്ധപ്പെടുന്നു. ദൈവവചനത്തിൽ അതിന് വ്യവസ്ഥയില്ല. ദൈവസഭയെ നടത്തുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നേരിട്ട് ആത്മാവിന് കീഴ്പ്പെട്ട് ആത്മാവിന്റെ ആലോചന പ്രാപിച്ച് ആത്മാവിനെ അനുസരിച്ച് ദൈവത്തിന് ഒത്തവണ്ണം മാത്രം നിസ്തുലമായ നേതൃത്വം, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട നേതൃത്വം. ഒന്നുകൂടെ ഞാൻ പറയുന്നു, ഇന്നത്തെ കാലത്തെ പല പരിപാടികളും കാണുമ്പോൾ നമുക്കെല്ലാം അനുഭവം വോട്ടിങ്ങും മത്സരവും നോമിനേഷനും അധികാരം പിടിച്ചെടുക്കലും ഒക്കെ നടക്കുന്നുണ്ടല്ലോ. അതൊന്നും ദൈവവ്യവസ്ഥയല്ല, മത്സരം തന്നെ സാധാന്യമാണ്. ദൈവത്തിന് തന്നെ ജനത്തെ എങ്ങനെ നടത്തുമെന്ന് അറിയാം. ദൈവകൃപയിൽ നിന്ന് വിട്ടുപോയാലാണ് ഈ മത്സരവും പരിപാടിയും ഒക്കെ നടത്തുന്നത്. ഞാൻ അത്രയും പറഞ്ഞത് അവസാനിപ്പിക്കുക. നിസ്തുലമായ നേതൃത്വം. അവിടെയും പാണ്ഡിത്യത്തിനോ നിറത്തിനോ നടക്ക നോക്കുന്നുണ്ട്. നിർത്തനോ ഭാഷയ്ക്കോ ഒന്നും സ്ഥാനമില്ല. ഏക സ്ഥാനം ദൈവത്തിന്റെ ആത്മാവിന്റെ നിയന്ത്രണമാണ്. ആത്മാവിനെ അനുസരിക്കുന്നോ, ദൈവാത്മാവിനെ കീഴ്പ്പെടുന്നോ, ദൈവാത്മാവിനെ വിധേയപ്പെടുന്നോ, ദൈവാത്മാവ് നടത്തുന്നു. ദൈവാത്മാവ് നടത്തുന്നവരേവരും ദൈവത്തിന് ജനമെന്ന് ദൈവത്തിൽ വായിക്കുന്നു. അപ്പോ ആത്മാ നടത്തി അദ്ദേഹം പറഞ്ഞേ നിസ്തുലമായ നേതൃത്വം, നിസ്തുലമായ ജന്മം, നിസ്തുലമായ സാന്നിധ്യം, നിസ്തുലമായ പ്രമാണം, നിസ്തുലമായ ആരാധന, നിസ്തുലമായ നാമം. ഇത് അനുഭവിക്കുന്നതിനാണ് ദൈവത്തിന് ജനം. നമ്മുടെ ജീവിതത്തിൽ അത് അനുഭവിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാനും നിന്റെ ജനവും ഭൂതലത്തിൽ ഉള്ള എല്ലാവരെക്കാളും വിശേഷതയുള്ളവരായിരിക്കും എന്നും മോശ പറഞ്ഞെങ്കിൽ അതിനേക്കാൾ നിസ്തുലമായ വിളിക്കപ്പെട്ട ഇരുട്ടിക്കിടന്നത് ഇരുട്ടിൽ നിന്ന് വിളിക്കപ്പെട്ട
യേശു ക്രിസ്തു വീണ്ടെടുക്കപ്പെട്ട നാം പറഞ്ഞ പോലെ പിണ്ഡജനം പ്രാപിച്ച അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന രാജകീയ പുരോഗതവർഗമായി ഒരു ജനഭൂമിയിലുണ്ട്. ഈ അനുഭവമുള്ളവർ മാത്രം ദൈവത്തിന്റെ ആത്മാവരെ നടത്തുന്ന നാമം ആ അനുഭവത്തിൽ നമ്മുടെ ജനം പ്രാപിച്ചു. അവന്റെ അക്ഷയ സാന്നിധ്യം നാം അനുഭവിക്കുന്നുണ്ട്. അവൻ തന്ന പ്രമാണങ്ങൾ 110 സംഘത്തിൽ തന്നെ പറയുന്നത് നിന്റെ വചനങ്ങളെ കൃത്യമായി ആചരിക്കേണ്ടതിന് നീ അവയെ കൽപ്പിച്ചത്. നമുക്ക് തോന്നുപോലെ ഉപയോഗിക്കാനല്ല, കൃത്യമായി ആചരിക്കാൻ. അവന്റെ വചനങ്ങളെ ആചരിച്ചു, ആത്മാവിൽ അവനെ ആരാധിച്ചു. നമ്മുടെ ആത്മാവിൽ നിന്നോ ജീവിതത്തിന്റെ അന്തരംഗത്തിൽ നിന്നോ കർത്താവിനെ ആരാധിച്ചു. ദൈവാത്മാവിനാൽ നടത്തപ്പെട്ടു. ദൈവത്തിന്റെ ജനമായി ലോകത്തിൽ ജീവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് എനിക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, സ്നേഹവനായ സ്വർഗീയപിതാവേ, ഇന്നലെ സമയത്തിനായി സ്തോത്രം. അതാ ദൈവത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് 5 കാര്യങ്ങൾ ചിന്തിപ്പാൻ നിങ്ങൾക്ക് ഇടയാക്കിയല്ലോ. സവിശേഷമായ ജനവും സവിശേഷമായ സാന്നിധ്യവും സവിശേഷമായ പ്രമാണവും കർത്താവെ, സവിശേഷമായ ആരാധനയും സവിശേഷമായ നേതൃത്വമുള്ളവരായി യഥാർത്ഥ ദൈവജനമായി അങ്ങനെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ തന്നെ ഞങ്ങൾ ആ കൂട്ടത്തിലാണോ അല്ലയോ എന്ന് ഒന്ന് വിചിന്തനം ചെയ്യുവാൻ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഇടയാക്കുവാനാണമേ. തിരുനാമത്തെ മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായെങ്കിൽ ഇതിലോടൊപ്പം ഷെയർ ചെയ്ത് കൊടുക്കുക. ഞങ്ങൾക്കായി പ്രാർത്ഥിക്കുക. നിങ്ങളെ